ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവെ, രണ്ടാഴ്ചമാരെ, പെരുമാറ്റ വ്യാഴാഴ്ച, മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളുടെ പ്രിയപ്പെട്ട പ്ലാക്കൂട്ടത്തിൽ ജോസഫ് അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ആയിട്ടാണല്ലോ നാം എല്ലാവരും ഈ ദേവാലയത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. ജോസഫ് അച്ഛന് നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു മകൻ തന്നെയാണ്. വേദജ്ഞാനം, പ്രവിജ്ഞാനം, ഭരണജ്ഞാനം എന്നീ സ്കൂളുകളിൽ പഠിച്ച് ഈ പ്രദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം വൈദിക പരിശീലനത്തിനായി മാറുന്നതും ആലുവ സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. ആലുവയിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ നാളുകളിൽ 1953 തിസ്സറാങ് തിരുമേനിയിൽ നിന്നാണ് ജോസഫ് അച്ഛന് തിരുപ്പട്ടം സ്വീകരിച്ചത്. പിന്നീട് അച്ഛന് നമ്മുടെ രൂപതയിലെ പരങ്ങാട്ടുപള്ളി, മുത്തോലപുരം, മോനിപ്പള്ളി, കുറവലങ്ങാട്, തുടങ്ങനാട് എന്നീ സ്ഥലങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായും എലിവാലി, ഇടപ്പാടി, അയ്യമ്പാറ, താണോലി, പൈങ്കുളം, കളത്തുപുറവ് എന്നീ സ്ഥലങ്ങളിൽ വികാരിയായും ശുശ്രൂഷ ചെയ്തു. 1967-68 വർഷങ്ങളിൽ അച്ഛൻ കളത്തുപുറവിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന നാളുകളിലാണ് ഔദ്യോഗിക രംഗത്ത് നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് അച്ഛന് വിരമിച്ച് ഇവിടം കേന്ദ്രമാക്കി ജീവിക്കാൻ പിന്നീട് ആരംഭിച്ചത്. അങ്ങനെ അച്ഛൻ 40-ലധികം വർഷങ്ങൾ ഈ ഭരണജ്ഞാനവും പള്ളിയും പള്ളിമുറിയും കേന്ദ്രമാക്കി ജീവിച്ച് വൈദികനടുത്ത ശുശ്രൂഷകളെല്ലാം നല്ലതുപോലെ നിർവഹിച്ച ഒരു വ്യക്തിയാണ്. പ്ലാക്കൂട്ടം കുടുംബം ഒരു നല്ല ക്രിസ്തീയ പൈതൃകമുള്ള, തരക്കേടില്ലാത്ത സാമ്പത്തിക ഭദ്രതയുള്ള, വൈദികരും സമർപ്പിതരും എന്ന പ്രത്യേക ദൈവവിളികൾ എന്നും ആദരിക്കുകയും അതിനുവേണ്ടി അംഗങ്ങൾ തയ്യാറാകുകയും ചെയ്ത ജനസമ്മതിയുള്ള ഒരു കുടുംബ സമുച്ചയമാണ്. ജോസഫ് അച്ഛന് ശുശ്രൂഷ ചെയ്തിരുന്ന പള്ളികളിലൊക്കെ ജനങ്ങളോട് അദ്ദേഹം ഏറെ ബന്ധപ്പെട്ടും ജനസമ്മതിയോടും കൂടിയാണ് അജപാലനം നിർവഹിച്ചു പോകുന്നത്. ഇടവകക്കാർക്ക് അച്ഛന് താല്പര്യമായിരുന്നു. അച്ഛൻ കളത്തുപുറവിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ നല്ലതുപോലെ ഓർമ്മിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യം മൂലമാണ് അച്ഛൻ അവിടെ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വികാരിത്വം അവസാനിപ്പിച്ച് ഇവിടേക്ക് പോകുന്നത് എന്ന് നമുക്കറിയാം. അത് അച്ഛൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യവും അല്ല. പിന്നീട് 40-ലധികം വർഷങ്ങൾ അച്ഛൻ ഇവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിശബ്ദനായി ജീവിക്കുകയായിരുന്നു. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു, പുതിയ നിയമത്തിലെ ജോസഫും നിശബ്ദനായിരുന്നു. സഭയും അദ്ദേഹത്തെക്കുറിച്ച് മൗനം പാലിച്ചിരുന്നു ഒരുപാട് നൂറ്റാണ്ടുകളിൽ. ജോസഫ് ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുത്ത
ഒരു വലിയ പിതാവായിരുന്നു മാർ യോസേപ്പ്. ഒരു നല്ല വൈദിക സാന്നിധ്യമായിട്ട് ഇവിടെ പതിറ്റാണ്ടുകൾ ജോസഫച്ചൻ കഴിഞ്ഞുകൂടിയപ്പോൾ മാർ യോസേപ്പിൻ്റെ ഒരു ചെറിയ പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മറിയവും പരിശുദ്ധ മറിയവും വലിയ അവസരങ്ങളിലൊന്നും സംസാരിച്ചിട്ടില്ല. ഉണ്ണിക്ക് ജന്മം നൽകിയപ്പോൾ മറിയം ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈശോ കാൽവരിയിൽ മരിച്ചപ്പോൾ മറിയം വാവിട്ട് വിലപിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നില്ല. മറിയത്തിൻ്റെ നിശബ്ദതയാണ് ആത്മീയതയായിട്ട് സഭ നമുക്ക് കൈമാറ്റം ചെയ്ത് തന്നിട്ടുള്ളത്. മറിയവും യോസേപ്പും സഭയുടെ നല്ല രണ്ട് മാതൃകകളാണ്. ആ മാതൃക നമുക്ക് വൈദികർക്ക് എല്ലാവർക്കും അനുകരിക്കാൻ സാധിക്കേണ്ട ആഴമായ ആത്മീയതയുടെ ഒരു വശവും കൂടിയാണ്. യോസഫച്ചന് രോഗവും ഔദ്യോഗിക ശുശ്രൂഷയില്ലാതെ തന്നെ സുദീർഘമായ ആ കാലഘട്ടവും വാർദ്ധക്യവും എല്ലാം പ്രയോജനപ്രദമായ സാധനയായിട്ട് മാറ്റിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രയാസങ്ങളുടെ നടുവിലും പൗരോഹിത്യമാകുന്ന ആ അമൂല്യ നിധി രത്നം കാത്തു സൂക്ഷിക്കാൻ അച്ഛൻ എന്നും പരിശ്രമിച്ചിരുന്നു. സ്വന്തം ജീവിതമാകുന്ന വീട് അടിച്ച് വാരി പൗരോഹിത്യമാകുന്ന ആ മുത്ത് ഒരിക്കലും നഷ്ടപ്പെട്ട് പോകരുത് എന്ന് അച്ഛന് നല്ലതുപോലെ ആഗ്രഹിച്ചിരുന്നു. അതാണല്ലോ യജമാനൻ്റെ സന്തോഷം, ഈശോയുടെ സന്തോഷം. ഈശോ തന്നെയും പുനരുത്ഥാനത്തിൻ്റെ മഹിമ നമുക്ക് കാണിച്ചു തന്നത് മുറിവുകളിലൂടെയാണ്. മുറിവുകളുള്ള ഈശോയാണ് ഉത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട വ്യക്തി. വൈദിക സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് അർപ്പിച്ച ദിവ്യ ബലികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ. ഒരുപടി ക്ലേശങ്ങൾ സഹിച്ച യോസേപ്പച്ചന് അബ്രാഹത്തിൻ്റെ മടി ഇന്ന് കിട്ടും എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വസിക്കുകയാണ്. മരണത്തിൽ എല്ലാവരും ഒരുപോലെയാകുന്നു എന്നൊരു പറച്ചിലുണ്ടല്ലോ. എന്നാൽ മരണത്തിൽ ചിലപ്പോഴെല്ലാം തകിടം മറിച്ചിലും നമ്മൾ കാണുന്നുണ്ട്. ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്കും ധനവാൻ അഗ്നി തടാകത്തിലേക്കും പോകുന്നത് നമ്മൾ മിക്കവാറും വായിക്കുന്ന തിരുവചനങ്ങളാണല്ലോ. സങ്കീർത്തകൻ നമ്മോട് പറയുന്നു, തീയിലും വെള്ളത്തിലും കൂടി അങ്ങുന്ന് എന്നെ നടത്തി, മറ്റുള്ളവരെ തലയിൽ ചവിട്ടി നടക്കുവാൻ നീ അനുവദിച്ചു. എങ്കിലും അതിൻ്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് നീ എന്നെ നയിച്ചു. കൈകൾ നിറയെ പൂക്കളുമായി നിന്റെ പക്കലേക്ക് ഞാൻ വരികയാണ്. യോസേപ്പച്ചന് വിട പറയുന്ന ഈ നിമിഷങ്ങളിൽ അച്ഛനെക്കുറിച്ച് ഓർക്കുവാനുള്ള ഏറ്റവും നല്ല തിരുവചനം ഈ സങ്കീർത്തനമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. സംസ്കാര ശുശ്രൂഷയിൽ എൽമായയുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മരണമടഞ്ഞ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഏക കാര്യം സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ഒരു യാചന മാത്രമാണ്. അതിൽ കൂടുതലൊന്നും സഭയുടെ പ്രാർത്ഥനയിൽ കവിഞ്ഞ ഒന്നും മരണമടഞ്ഞവർക്ക് ആവശ്യമില്ല. ടാഗോറിൻ്റെ വാക്കുകൾ ആത്മീയത നിറഞ്ഞ കുടുംബുന്ന വിചാരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മരണം വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നിറകുടം ഞാൻ സമർപ്പിക്കുന്നു.
അങ്ങയുടെ അവസാന നോട്ടത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയുടേത് ആയി മാറുന്നു. മരണമില്ലായ്മയിലേക്കുള്ള മരണം വരിക്കുവാൻ ഞാനിപ്പോൾ കൊതിക്കുന്നു. കഠിനമായ രോഗത്തിലും ഓർമ്മപ്പിച്ചയിലുമെല്ലാം കഴിഞ്ഞിരുന്ന നാളിലും യൗസേപ്പച്ചൻ്റെ മനോവികാരം ഇത് തന്നെ ആയിരുന്നിരിക്കണം. കർത്താവിൻ്റെ ആ നോട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈശോയോട് അനുരൂപപ്പെട്ട് മാറുവാനുള്ള വലിയൊരു ആഗ്രഹം. വിശുദ്ധ ബെർണാഡിൻ്റെ മനോഹരമായ ഒരു കൊച്ചു വാക്യമുണ്ട്. നിന്റെ അധ്യാപകനിൽ നിന്ന് ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മരങ്ങളും നക്ഷത്രങ്ങളും നിന്നെ പഠിപ്പിക്കും. യൗസേപ്പച്ചന് ഒരുപക്ഷെ വലിയ പള്ളികളിലും സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ ഈ വലിയ ദേവാലയത്തിലെ പതിറ്റാണ്ടുകളിൽ നീണ്ട ആ വിശ്രമ ജീവിതത്തിൻ്റെയിൽ അദ്ദേഹത്തിന് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭരണജ്ഞാനത്തിൻ്റെ ഒരു കാവൽക്കാരനെ പോലെ ആരോഗ്യമുള്ള നാളുകളിലൊക്കെ ഈ പള്ളിമുറ്റത്ത് അച്ഛനെ കാണാമായിരുന്നു. സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സംതൃപ്തിയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ക്ലേശങ്ങളും കുരിശുകളും നമ്മെ ദൈവത്തോട് അടുപ്പിക്കും എന്നത് തീർച്ചയാണ്. അതാണ് വാസ്തവത്തിൽ ദൈവത്തോട് നമ്മെ ചേർത്ത് പിടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, എൻ്റെ പരീക്ഷകളിൽ എന്നോടൊത്ത് നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. ആ ഒരു വലിയ പ്രത്യാശയിലാണ് യൗസേപ്പച്ചനെ ഇന്ന് നമ്മൾ ഇവിടെ പ്രാർത്ഥനാപൂർവം സംസ്കരിക്കുന്നത്. അദ്ദേഹം കാത്തു സൂക്ഷിച്ച ആ വിലപ്പെട്ട രത്നം പൗരോഹിത്യത്തിൻ്റെ ആ മഹിമ അദ്ദേഹത്തോട് കൂടെ എന്നും ഉണ്ടായിരുന്നു. പൗലോസിനോട് ഈശോ പറഞ്ഞല്ലോ, എൻ്റെ നാമത്തെ പ്രതി അവന് എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. നടപടി പുസ്തകം 9:16. ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ വിസ്മയം തോന്നും. എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. ആ കർത്താവ് തന്നെയാണ് പൗലോസിനോട് പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. യോസേപ്പച്ചന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആ സത്യവിശ്വാസം പരിരക്ഷിച്ച ആ ചരിത്രം നമ്മൾ ഓർക്കുമ്പോൾ പൗലോസിനോട് കർത്താവ് കൈമാറിയതുപോലെ നമുക്ക് തോന്നും. വേദനകളിലൂടെ കുതിരപ്പുറത്ത് നിന്ന് സാവൂളിനെ ഉരുട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ പൗലോസായി മാറുമ്പോൾ പുതിയ ഒരു ക്രമം അദ്ദേഹം സ്വീകരിക്കുകയാണ്. ദൈവശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, പൗലോസിൻ്റെ ഓർഡിനേഷൻ ഗിവിങ് ആൻ ഓർഡർ ടു ഹിസ് ലൈഫ് അതായിരുന്നു എന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഒരു പ്രതിസന്ധിയിൽ ഔദ്യോഗിക ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എങ്കിലും പൗരോഹിത്യത്തെ അച്ഛൻ എന്നും സ്നേഹിച്ചിരുന്നു എന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. മാനുഷിക രീതിയിൽ നമ്മൾ പണിതുയർത്തുന്ന ക്രമങ്ങൾ തകർക്കപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ ക്രമത്തിന് ശൈലിക്ക് നമ്മിൽ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. ജോബിൻ്റെ പുസ്തകം അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. ജോബ് കേവലം ഒരു വ്യക്തി മാത്രം ആയിരിക്കണമെന്നില്ല. ജോബ് എന്ന് നേടുന്ന ഒരു ഹൃദയം നമ്മുടെ എല്ലാവരുടെയും അന്തരംഗങ്ങളിൽ കാണും. ജോബ് ദൈവത്തോടുള്ള, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നല്ല അർത്ഥത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആത്മീയ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ജോബ് ഈസ് വൺ ഓഫ് ദ വേസ് ഓഫ് സ്ട്രഗിളിംഗ് വിത്ത് ഗോഡ്.
one way of looking for a different aspect of the mercy of God. ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള വ്യത്യസ്തമായ ഒരു രീതിയാണ്, ഒരു ജീവിത അനുഭവമാണ് ജോബ് എന്ന് പറയുന്നത്. ജോബ് നമ്മിലെല്ലാവരിലുമുണ്ട്. ദൈവത്തെ അടുത്ത് അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിള്, യുദ്ധം, അത് വ്യത്യസ്തമാണെങ്കിലും എല്ലാവരിലും അതുമുണ്ട്. ജോബ് ആത്യന്തികമായിട്ട് ദൈവത്തെ വെറുത്തില്ല, ദൈവത്തോട് കൂടിയായിരുന്നു. യൗസേപ്പച്ചന് പൗരോഹിത്യത്തെ ഒരിക്കലും മോശമായിട്ട് കണ്ടില്ല. പൗരോഹിത്യം വലിയൊരു അഭിമാനമായിട്ട് അദ്ദേഹം എന്നും കാത്ത് സംരക്ഷിച്ചിരുന്നു. കർത്താവിൻ്റെ പക്കലേക്ക് പിന്നെ അദ്ദേഹം യാത്രയാകുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാം. അച്ഛൻ്റെ ഈ നാളുകളിലെല്ലാം അച്ഛനെ സംരക്ഷിച്ച ഈ ഭരണജ്ഞാനം, പള്ളിയും പള്ളിമുറിയും നമ്മുടെ മനസ്സിൽ നിന്ന് നിറഞ്ഞ് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദര വൈദികന് പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ താക്കൂട്ടത്തിലച്ഛന് യോസേപ്പച്ചൻ രോഗിയായിരുന്നപ്പോഴും തൊടുപുഴയിലെ സഹോദര ഭവനത്തിലായിരുന്നപ്പോഴും എല്ലാം വലിയ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തെ ഏതാണ്ട് എന്നും തന്നെ പോയി അന്വേഷിച്ച് ശുശ്രൂഷിച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് സഹോദരങ്ങളും പ്രിയപ്പെട്ട സിസ്റ്ററും എല്ലാം അവരുടെ ആ ശുശ്രൂഷയെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. യോസേപ്പച്ചന് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയോട് നമുക്ക് മാധ്യസ്ഥം ധ്യാനിക്കുകയും ചെയ്യാം.